ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഭാഷയിലൂടെ പ്രകാശിതമാവുന്നത് ഒരു ജനതയുടെ സംസ്കാരമാണ്, തലമുറകളുടെ സഞ്ചിതാനുഭവങ്ങളാണ്, നൂറ്റാണ്ടുകളായി സ്ഫുടം ചെയ്തെടുത്ത അനുഭവങ്ങളാണ്. മാതൃഭാഷയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടെ പ്രധാന വാർത്തകളിലേക്ക്. ഭാഷ ഒരു ജനതയുടെ സംസ്കാരമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക മാതൃഭാഷാ ദിനം. ജില്ലയിൽ വിവിധ പരിപാടികൾ. വികസനം എന്നത് പാലവും റോഡും മാത്രമല്ല, അടിസ്ഥാന വർഗത്തിന്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടിയാണെന്ന് മേയർ AK പ്രേമചന്ദ്. വടകര നഗരസഭയിൽ UDF ഹർത്താൽ. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിശദമായ വാർത്തയിലേക്ക്. BOT കെട്ടിടത്തിൽ 17 കോടി രൂപ നഷ്ടപ്പെടുത്തിയ നഗരസഭാധ്യക്ഷ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടകര നഗരസഭയിൽ ശനിയാഴ്ച UDF ഹർത്താൽ നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. ഇതിനെ തുടർന്ന് പ്രദേശത്തെ മുഴുവൻ കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. വടകര മുനിസിപ്പാലിറ്റി പരിധിയിൽ ശനിയാഴ്ച UDF ഹർത്താൽ. വിജിലൻസ് കേസെടുത്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. ഹർത്താലിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹന ഗതാഗതത്തെ ബാധിച്ചില്ല. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു ഹർത്താൽ. സ്വകാര്യ കമ്പനിക്ക് 17 കോടിയോളം രൂപ പിഴ ഇളവ് ചെയ്തുവെന്നതാണ് വിജിലൻസ് കേസ്. നഗരസഭാ പരിധിയിൽ നിർമ്മിച്ച BOT കെട്ടിടം നിർമ്മാണം വൈകിയതിനാണ് പിഴ ഈടാക്കിയിരുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചിരുന്നു. നാരായണ നഗറിലെ BOT കെട്ടിടത്തിന് പിഴ ഒഴിവാക്കിയ നടപടിയിൽ നഗരസഭാ ചെയർപേഴ്സണെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. 18 കോടിയോളം രൂപയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെട്ടിടം നഗരസഭയ്ക്ക് പിഴ നൽകേണ്ടിയിരുന്നത്. വിജിലൻസ് കേസിന്റെ സാഹചര്യത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും നഗരസഭായോഗം ഇത് ചർച്ച ചെയ്യണമെന്നും UDF ആവശ്യപ്പെട്ടതാണ് ബഹളത്തിൽ കലാശിച്ചത്. 1 മണിക്കൂറോളം ബഹളം തുടർന്നു. അതിനിടയിൽ UDF പ്രവർത്തകർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചിരുന്നു. കൌൺസിൽ യോഗത്തിൽ BOT കെട്ടിടത്തിനെതിരായ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച നഗരസഭാധ്യക്ഷ എല്ലാ അജണ്ടകളും ചർച്ച പോലും നടത്താതെ പാസാക്കിയത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്ന് നേതാക്കളായ MC ഇബ്രാഹിം, T കേളു, C ബാലൻ എന്നിവർ പറഞ്ഞു. BOT കെട്ടിട പ്രശ്നത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയും പ്രത്യേക കൌൺസിൽ വിളിക്കുന്ന കാര്യം പറഞ്ഞ് കൌൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയും ചെയ്ത UDF നഗരവികസനത്തെ തുരങ്കം വയ്ക്കുകയാണെന്ന് നഗരസഭാധ്യക്ഷ PP രഞ്ജിനി പറഞ്ഞു. മാതൃഭാഷയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റ് ഭാഷകളെ ആദരിക്കുന്നതെന്ന് കാലിക്കറ്റ് സർവകലാശാല അധ്യാപകൻ ഡോക്ടർ സോമനാഥൻ. ലോക മാതൃഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക മാതൃഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഹാളിൽ വെച്ച് കാലിക്കറ്റ് സർവകലാശാല അധ്യാപകൻ ഡോക്ടർ സോമനാഥൻ പ്രഭാഷണം നടത്തി. ലോക ജനതയെ ഒന്നിപ്പിക്കുന്ന ദിനമാണ് മാതൃഭാഷാ ദിനം. മാതൃഭാഷയെ സ്നേഹിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് മറ്റ് ഭാഷകളെ ആദരിക്കുന്നതും. മലയാളം അറിയാത്തത് ആ അറിവില്ലായ്മയെ അഹങ്കാരമായി കാണുകയാണ്. മലയാള ഭാഷയെ കൃത്യമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്നും ഈ സോമനാഥൻ പറഞ്ഞു. ലോകത്തിലെ മുഴുവൻ ജനതയെയും ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ദിനം ഒരുപക്ഷെ മാതൃഭാഷാ ദിനമായിരിക്കും. മാതൃഭാഷാ ദിനം എന്നത് ഇത്ര വിശാലമായ തലത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതും പ്രധാനമാണ്.
ദിനാചരണത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മാതൃഭാഷയുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ നടന്നു. ഇതിനോടനുബന്ധിച്ച് മലയാള ഭാഷയുടെയും ജൈവവള പച്ചക്കറി കൃഷിയെയും പോഷിപ്പിക്കുന്നതിന് മലയാളാക്ഷരങ്ങൾ ആലേഖനം ചെയ്ത മൺചട്ടികളിൽ ജൈവവളം ഉപയോഗിച്ച് പച്ചക്കറി ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് കോളേജ് ക്യാമ്പസിൽ തുടക്കം കുറിച്ചു. മലയാളത്തിന്റെ സമ്പത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും ഞാൻ ആദരിക്കുന്നു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് DCC ഓഫീസിനോട് ചേർന്ന രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചത്. രാവിലെ 9:30 സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ MK രാഘവൻ MP സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 40 വർഷം കൊണ്ട് കേരളം നേടിയ നേട്ടങ്ങൾ കഴിഞ്ഞ 4 വർഷത്തെ UDF ഭരണം വഴി സംസ്ഥാനത്തുണ്ടായതായി MP പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ, സർക്കാർ ജീവനക്കാരുടെ, അർദ്ധ സർക്കാർ ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പോലെ മറ്റൊരു ഗവൺമെന്റ് ഉണ്ടോ എനിക്കറിയില്ല. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് B ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, N സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈൻ ഹാജി, അഡ്വക്കേറ്റ് MT പത്മ, KK സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ അബ്ദുസമദ് സമദാനി MLA മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, സുഹൃത്ത് സമ്മേളനം, യാത്രയയപ്പ്, സാംസ്കാരിക സമ്മേളനം, സംസ്ഥാന കൌൺസിൽ തുടങ്ങിയവ നടന്നു. സമാപന സമ്മേളനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് UDF കൺവീനർ PP തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യും. വികസനം എന്നത് പാലവും റോഡും മാത്രമല്ല, അടിസ്ഥാന വർഗത്തിന്റെ ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ കൂടിയാണെന്ന് മേയർ AK പ്രേമജം. സുവർണ ജൂബിലി ഭവന പദ്ധതിയുടെ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആകെ 150 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം ധനസഹായം വിതരണം ചെയ്യുന്നത്. സുവർണ ജൂബിലി ഭവന പദ്ധതിയുടെ ധനസഹായ വിതരണം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ഒരു വാർഡിൽ 2 പേർക്ക് 2 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതിനുവേണ്ടി 3 കോടി രൂപ കോർപ്പറേഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 150 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം ധനസഹായ വിതരണം ചെയ്യുന്നത്. അതിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 42 പേർക്കുള്ള ധനസഹായ വിതരണമാണ് ടൗൺ ഹാളിൽ നടന്നത്. കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വികസനം എന്നത് പാലവും റോഡും മാത്രമല്ലെന്നും അടിസ്ഥാന വർഗത്തിന്റെ ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടിയാണ് എന്നും മേയർ പറഞ്ഞു. വികസന പരിപാടി എന്ന് വെച്ചാൽ ഏതാനും റോഡുകളും തോടുകളും നിർമ്മിക്കൽ മാത്രമല്ല, നേരെ മറിച്ച് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്ക് കൂടി. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, ജാനമ്മ കുഞ്ഞുണ്ണി, T രജനി, T മൊയ്തീൻ കോയ, P കിഷൻ ചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് ബീന KP വള്ളിയിൽ ചെറുവണ്ണൂർ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യമേഖലയെ സംരക്ഷിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. CH ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളുക, തീരപരിപാലന നിയമപരിധിയിൽ നിന്നും തീരദേശവാസികളെ ഒഴിവാക്കുക, മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ സബ്സിഡിയായി നൽകുക തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള സെമിനാർ CH ഓഡിറ്റോറിയത്തിൽ നടന്നു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ STU പ്രസിഡന്റ് ഉമ്മർ ഒട്ടുമ്മൽ അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രി K കുട്ടി അഹമ്മദ് കുട്ടി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഒന്നുകിൽ വിദേശ കമ്പനികളുടെ ഏജൻഷിപ്പ് എടുത്തിട്ടുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ പല വസ്തുതകളും പരാമർശങ്ങളും വസ്തുതകൾക്ക് വിരുദ്ധമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ്. പിന്നെ പഠിക്കാൻ ഏൽപ്പിച്ചത് അന്തർദേശീയ കരാറുകളിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള ഒരു അവലോകനം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അതും ന്യായമായി കമ്മീഷൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി MC മായിൻ ഹാജി, അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, അഡ്വക്കേറ്റ് A റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള.
അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബിഗ് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ, ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീം കോട്ടൺ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢീനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ, 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. KHSTA 16ാമത് ജില്ലാ സമ്മേളനവും മുൻ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷെരീഫിനുള്ള യാത്രയയപ്പ് ചടങ്ങും നടന്നു. KHSTA സംസ്ഥാന പ്രസിഡന്റ് ജോഷി ആന്റണി ഉദ്ഘാടനം ചെയ്തു. KHSTA 16ാമത് ജില്ലാ സമ്മേളനവും ഫാറൂഖ് കോളേജിൽ നിയമനം ലഭിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷെരീഫിനുള്ള യാത്രയയപ്പും അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. KHSTA സംസ്ഥാന പ്രസിഡന്റ് ജോഷി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണവും അധ്യാപക സമൂഹത്തിന്റെ അന്തസ്സാർന്ന വ്യക്തിത്വവും മുഖ്യ അജണ്ടയായി പ്രഖ്യാപിച്ച സംഘടനയാണ് KHSTA. ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കണമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലാവധി നീട്ടിയതുകൊണ്ട് പ്രയോജനമില്ലെന്നും പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ഈ അസോസിയേഷൻ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പുതിയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. KHSTA ജനറൽ സെക്രട്ടറി KG പ്രദീപ്, ട്രഷറർ AK അബ്ദുൾ ഹക്കീം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KC ഫസലുൽ ഹക്ക്, ND സണ്ണി, ജോസഫ് കാരിമറ്റം, സംസ്ഥാന സെക്രട്ടറി അഖിലേഷ് P തുടങ്ങിയവർ പങ്കെടുത്തു. ഫറൂഖ് ഗ്രാമപഞ്ചായത്തിലെ വിസ്മയ അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റുകളുടെ 1ാം വാർഷികാഘോഷം പുറ്റേക്കാട് മേലായി വളപ്പ് വനിതാ വ്യവസായ കേന്ദ്ര പരിസരത്ത് നടന്നു. മുൻ MLA VKC മുഹമ്മദ് കോയ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചെരുപ്പുകളുടെ അപ്പർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളാണ് ഫറൂഖിലെ വിസ്മയ അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റുകൾ. ഫറൂഖ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ 2014 ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്റ്റിച്ചിംഗ് യൂണിറ്റുകൾ അപ്പർ നിർമ്മാണ രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് പുറമെ കുടുംബശ്രീ, VKC ഗ്രൂപ്പ്, സിൻസിയർ ഫുഡ്വെയർ, ഫറൂഖ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. വിസ്മയ അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റുകളുടെ 1ാം വാർഷികം മേലായി വളപ്പ് വനിതാ വ്യവസായ കേന്ദ്ര പരിസരത്ത് മുൻ MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസു വാളക്കട ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുധർമ്മ, വിസ്മയ അപ്പർ ഗ്രൂപ്പ് പ്രസിഡന്റ് സനിത, കോർഡിനേറ്റർ അനുപമ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT അബ്ദുൽ മജീദ്, ഫറൂഖ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാജൻ, KT മുരളീധരൻ, E ബാബുദാസൻ, CP ശാരദ, KP ഹാഷിം, T ഷൈമ, പുഷ്പലത, V ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പരിശീലനത്തിന് തുടക്കം കുറിച്ചു. സ്കൂളിലെ സൌഹൃദ ക്ലബ്ബാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിരോധവും ആത്മവിശ്വാസവും കായിക പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് പരിശീലനം നൽകുന്നതിന്റെ ലക്ഷ്യം. പ്രതിരോധവും ആത്മവിശ്വാസവും കായിക പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളിൽ വളർത്തിക്കൊണ്ടുവരാനാണ് കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക പരിശീലനത്തിന് തുടക്കം കുറിച്ചത്. 41 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ഷാവോലിൻ കുങ്ഫുവിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ പരിശീലനം നേടുന്നത്. ഒരു ആത്മവിശ്വാസം കൈവരിക്കാൻ, തെറ്റായ കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു ശക്തി പെൺകുട്ടികൾക്ക് വന്നു ചേരും ഈ പരിശീലന പരിപാടിയിലൂടെ. കരുത്ത് എന്ന പേരിൽ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പരിപാടിയിൽ മെഡിറ്റേഷൻ, എക്സസൈസ്, ക്വിക്ക്, പഞ്ച്, പ്രതിരോധത്തിനുള്ള തന്ത്രങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത്. സ്കൂളിലെ സൌഹൃദ ക്ലബ്ബാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 50 കുട്ടികൾ ആണ് പരിശീലനം നേടുന്നത്.
കായികമായ ഉണർവിനൊപ്പം പഠനപരമായ ശേഷിയുയർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. 3 ആഴ്ചക്കാലം പരിശീലനം പൂർത്തിയായപ്പോൾ വിദ്യാർത്ഥികൾ നേടിയ കായിക മികവ് കാണാൻ രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങി വലിയൊരു ജനവിഭാഗം തന്നെ സ്കൂളിൽ എത്തിയിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസാണ് കിട്ടിയത്. ഇവിടെ 20 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ചെയ്ത് കാണിക്കാൻ പറ്റിയതിൽ നല്ലതാണ്. വിവിധ തരം ആക്രമണങ്ങൾക്ക് സ്ത്രീ സമൂഹം വിധേയരാവുമ്പോൾ മാനസിക കരുത്തിലൂടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പെൺകുട്ടികൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ സംഘടിപ്പിച്ച കരുത്ത് എന്ന പരിപാടി നല്ലോണം ഉപകാരപ്പെടുന്നുണ്ട്. കരുത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ നമുക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ഏച്ചിയുടെ, നമ്മുടെ കരുത്തിലുള്ള ഒരു ഏച്ചിയുടെ ഒരാള് അശ്ലീലം പറയുകയും അവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ ഏച്ചി നല്ലോണം പ്രതികരിക്കുകയാണ് ഉണ്ടായത്. 2 പിൻവാങ്ങലായിരുന്നു ഉണ്ടായത്. അധ്യാപികമാരെ ലക്ഷങ്ങൾ പണം വാങ്ങി വഞ്ചിച്ച ആൾ വീണ്ടും അധ്യാപികമാരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഷിബു അഗസ്റ്റിനാണ് ഫറൂഖിലും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതായി പരാതിയുള്ളത്. കേരള ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ അധ്യാപക നിയമനം നടത്തി കബളിപ്പിച്ചതായി പരാതി. ചുങ്കത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രൈമറി സ്കൂളിലെ അധ്യാപികമാരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിയമനത്തിന് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നടത്തിപ്പുകാരൻ കരുതൽ പണമായി വാങ്ങുകയും നിയമനശേഷം കൃത്യമായി ശമ്പളം നൽകാതെ വാഗ്ദാന ലംഘനം നടത്തുകയാണെന്നും പി ദിവ്യ, ടി കെ പ്രിയ, എ റെജീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം സ്കൂളുകൾ നടത്തുകയും തട്ടിപ്പിന് അറസ്റ്റിലാവുകയും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങുകയും ചെയ്ത കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഷിബു അഗസ്റ്റിനാണ് തങ്ങളെയും കബളിപ്പിച്ചതെന്ന് അധ്യാപികമാർ പറഞ്ഞു. കൃത്യമായി ശമ്പളം കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തപ്പോൾ ഷിബു അഗസ്റ്റിൻ സ്കൂളിലെത്തി ഭീഷണിപ്പെടുത്തിയത്രേ. ഇതു സംബന്ധിച്ച് 2 ആഴ്ച മുൻപ് അധ്യാപികമാർ ഫറോക്ക് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിൽ ചേർന്ന PTA യോഗത്തിൽ സ്കൂളിന്റെ അംഗീകാരം, കുട്ടികളുടെ തുടർപഠനം എന്നിവയെ ചൊല്ലി രക്ഷിതാക്കൾ ബഹളമുണ്ടാക്കി. യോഗത്തിനെത്തിയ ഷിബു അഗസ്റ്റിനെ വഞ്ചിക്കപ്പെട്ടവർ തടയാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. പിന്നീട് SI MA അബ്ദുൽ നാസറിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തിൽ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് ഈ അധ്യയന വർഷം സ്കൂളിന്റെ പ്രവർത്തനം തുടരാനും ഈ കാലയളവിൽ ഷിബു അഗസ്റ്റിൻ സ്ഥാപനത്തിലേക്ക് വരരുതെന്നും ധാരണയായി. കുടിശ്ശികയുള്ള ശമ്പളം ഉടൻ വിതരണം ചെയ്യണമെന്നും രാജിവെച്ച് പോയവരുൾപ്പെടെയുള്ളവർക്ക് തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കോഷൻ ഡെപ്പോസിറ്റ് തിരികെ നൽകണമെന്നും അധ്യാപികമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഡയറക്ടറായി നിയമിതയായി പോകുന്ന കളക്ടർ CA ലതയ്ക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MT പത്മ ഉപഹാരം നൽകി. പഞ്ചായത്ത് ഡയറക്ടറായി നിയമിതയായ ജില്ലാ കളക്ടർ CA ലതയ്ക്ക് പൌരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മലബാർ ചേംബർ ഹാളിൽ സംഘാടക സമിതി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷനായി. KSAE ചെയർമാൻ MC മായിൻ ഹാജി കളക്ടറെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൌൺസിലർ MT പത്മ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, TV ബാലൻ, ഡോക്ടർ K മൊയ്തു, KP രമാദേവി, K മൊയ്തീൻ കോയ, വിൽസൺ സാമുവൽ, ബാസി മലാപ്പറമ്പ്, കാലിക്കറ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രസിഡന്റ് AT അബ്ദുള്ള കോയ, കട്ടയാട്ട് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് M രാജൻ സ്വാഗതവും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് C മോഹൻ നന്ദിയും പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ കളക്ടർ CA ലതയെ ഉപഹാരം നൽകി ആദരിച്ചു. PRD ഡെപ്യൂട്ടി ഡയറക്ടർ P വേലായുധൻ, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി TK ബാലനാരായണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടർ CA ലതയ്ക്ക് യാത്രയയപ്പ് നൽകി. ഹോട്ടൽ ഡി ഗ്രാൻഡിൽ നടന്ന ചടങ്ങിൽ മേയർ AK പ്രേമജം ഉപഹാരം സമർപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷനായി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസൻ, ADM രാധാകൃഷ്ണൻ, ദിനേശ് മണി എന്നിവർ സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KC മുഹമ്മദ് ബഷീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PT സുന്ദരൻ നന്ദിയും പറഞ്ഞു. വാർത്തയിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur,
മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മറ്റുള്ളവർ പറയുന്നതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി പറയാൻ ഉദ്യോഗസ്ഥർക്കു കഴിയാറില്ലെന്നും കോഴിക്കോട്ടു നിന്നുണ്ടായ ഒരേയൊരു ദുരനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ പകർന്ന നല്ല വാക്കുകൾ കൊണ്ട് മറക്കാവുന്നതേയുള്ളൂ എന്നും കലക്ടർ സി എ ലത കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അങ്ങനെ പരാതിയല്ല, അത് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം. കാരണം അങ്ങനെ ഒരു നമ്മൾ പുറമേ നിന്നൊരു ഏജൻസി വന്ന് സർക്കാർ ഉദ്യോഗസ്ഥര് പിന്നെ പറയുമ്പോൾ അത് ആർക്കും ഒരു ഇത് തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പം നിങ്ങൾക്കായാലും എന്നോട് വന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് മാഡം ഇന്നതുപോലെ ആണ്, ഇന്നത് കാര്യം എന്ത് എങ്ങനെയെന്ന് സഹായം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഇല്ല. അത് തന്നെയാണ് അതിലെ കാര്യം. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ മാനേജ്മെന്റ് ദിനാഘോഷ പരിപാടികൾ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CMAയുടെ ട്രെയിനിംഗ് ഡിവിഷന് MP തുടക്കം കുറിച്ചു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ മാനേജ്മെന്റ് ദിനാഘോഷ പരിപാടികൾ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും മാനേജ്മെന്റ് സ്കിൽസ് വളർത്തേണ്ടത് അനിവാര്യമാണ്. സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുന്നു. ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിലെ വീഴ്ചകൾ കേരളത്തിന്റെ ശാപമായി മാറുകയാണെന്നും MP പറഞ്ഞു. CMA മാനേജ്മെന്റ് ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് ശോഭ ഗ്രൂപ്പ് എമരിറ്റസ് ചെയർമാൻ PNC മേനോനു വേണ്ടി ശോഭ ഗ്രൂപ്പ് ഡെപ്യൂട്ടി MD P രാമകൃഷ്ണൻ MPയിൽ നിന്ന് ഏറ്റുവാങ്ങി. CMAയുടെ ട്രെയിനിംഗ് ഡിവിഷന് MK രാഘവൻ MP തുടക്കം കുറിച്ചു. പ്രസിഡന്റ് ജെയിംസ് തോമസ് അധ്യക്ഷം വഹിച്ചു. CMA സ്ഥാപക പ്രസിഡന്റ് VKS മേനോൻ മാനേജ്മെന്റ് ദിന സന്ദേശം നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവേഷണ വികസന സംവിധാനത്തിന്റെയും മാനേജ്മെന്റ് വിദഗ്ധരുടെയും കുറവുണ്ട്. മാനേജ്മെന്റ് മൂല്യാധിഷ്ഠിതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷോ, സതീഷ് കുമാർ, M അനിൽകുമാർ, KP നാരായണൻ, P അഖിൻ, രഞ്ജിത്ത് മാത്യു എന്നിവർ പ്രസംഗിച്ചു. നടക്കാവ് ഗവൺമെന്റ് TTI ലൈബ്രറി കെട്ടിടം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിൽ 4000-ഓളം പുസ്തകങ്ങളാണുള്ളത്. നടക്കാവ് ഗവൺമെന്റ് TTI ലൈബ്രറി കെട്ടിടം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ PN കനകകുമാരി, KR ഗിരിജകുമാരി, കമല രഘുനാഥ്, TT ആസീസ്, KP വിജയകുമാർ, PM റിയാസ്, CM ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 4000-ഓളം പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. ഇനി ബിസിനസ് വാർത്തകൾ. പ്രമുഖ പാദരക്ഷാ നിർമ്മാതാക്കളായ മെന്റോർ ഫുഡ് കെയർ ആൻഡ് ലെതർ കമ്പനി ഏറ്റവും പുതിയതും വൈവിധ്യമാർന്നതുമായ നിരവധി മോഡൽ പാദരക്ഷകൾ പുറത്തിറക്കി. ഇതിനോടനുബന്ധിച്ച് താജ് ഗേറ്റ്വേ ഹോട്ടലിൽ നടന്ന ഡീലേഴ്സ് മീറ്റ് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന പ്രമുഖ പാദരക്ഷാ നിർമ്മാതാക്കളായ മെന്റോർ ഫുഡ് കെയർ ആൻഡ് ലെതർ കമ്പനി ഏറ്റവും പുതിയതും വൈവിധ്യമാർന്നതുമായ നിരവധി മോഡൽ പാദരക്ഷകൾ പുറത്തിറക്കി. ഇതിനോടനുബന്ധിച്ച് താജ് ഗേറ്റ് വേ ഹോട്ടലിൽ ഡീലേഴ്സ് മീറ്റ് നടന്നു. MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയൊരു ജനറേഷൻ അവരെല്ലാം കാണുന്ന ഡിസൈനാണ് വളരെ പ്രധാനം. ആലോചിച്ചോ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടോ ആ ഡിസൈൻ വാങ്ങാൻ തയ്യാറാണ്. ഇപ്പൊ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കാരം ഈ രംഗത്ത് ഉണ്ടാകണം. അതിന് R&D പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വസിക്കുന്ന ആളാണ്. അതുകൂടാതെ അതാണ് FDAയുടെ പ്രാധാന്യം. FDADIക്കുള്ള പ്രാധാന്യം അതാണ്. ഫുട്വെയർ ഡിസൈൻ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാധാന്യം അതാണ്. ഇപ്പൊ തീർച്ചയായും പുതിയ ഡിസൈൻ നമുക്ക് ഓരോ വർഷത്തിനും അനുസരിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിന് എനിക്ക് തോന്നുന്നു റിസർച്ച് വിങ് അനിവാര്യമാണ്.
കേരള ഫുട്വെയർ മാഗസിൻ ചെയർമാൻ എം മൊയ്തീൻ അധ്യക്ഷം വഹിച്ചു. പെലാബോ വെബ്സൈറ്റ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ മുഹമ്മദ് അലി പ്രകാശനം ചെയ്തു. മോഡൽ ലോഞ്ചിംഗ് സിഫി നാഷണൽ വൈസ് പ്രസിഡന്റ് വി നൌഷാദ് നിർവഹിച്ചു. പുതിയ മോഡൽ പാദരക്ഷകളുടെ ആദ്യ വിൽപ്പന ഫൂമ പ്രസിഡന്റ് CP അബൂബക്കറും ഫുട്വെയർ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഹസൻ ഹാജിയും ചേർന്ന് നിർവഹിച്ചു. മെന്റോർ ഫുഡ് കെയർ ആൻഡ് ലെതർ മാനേജിംഗ് ഡയറക്ടർ ഷംസീർ MP, വി മോഹനൻ, PP മുഹമ്മദ് അലി, ഫസൽ റഹ്മാൻ, മുഹമ്മദ് നസീർ, P ഷാജി, റിയാത്ത് നെറോത്ത്, MT അനീസ്, MP ആലിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീറാം ഓട്ടോമാൾ ലിമിറ്റഡിന്റെ സംസ്ഥാനത്തെ മൂന്നാമത്തെ ഷോറൂം മേപ്പയൂർ മഞ്ഞക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞക്കുളം പയ്യോളി റോഡിലെ 5 ഏക്കർ സ്ഥലത്താണ് ഷോറൂം. ഉപയോഗിച്ച വാഹനങ്ങൾ, നിർമ്മാണ ഉപകരണങ്ങൾ, ട്രാക്ടറുകൾ, ബസ്, കാർ, SUVകൾ, മുച്ചക്ര വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുടെ ലേലം ഓട്ടോമാളിൽ നടക്കും. അത്യാധുനിക രീതിയിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം, വാഹനങ്ങൾ തിരയാനും രജിസ്റ്റർ ചെയ്യാനും സഹായിക്കുന്ന ടച്ച് സ്ക്രീൻ സൌകര്യങ്ങളോടെയുള്ള കിയോസ്ക് എന്നിവയും മാളിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ഉമേഷ് ജി രവൻകർ ഉദ്ഘാടനം ചെയ്തു. ശ്രീറാം ഓട്ടോമാൾ CEO സമീർ മൽഹോത്ര, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്, മേപ്പയ്യൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രിവിലേജ് ബിൽഡർ കാർഡുകളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ചെക്കുകളും വിതരണം ചെയ്തു. ലേലത്തിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. 75 പ്രീ ഓൺഡ് വാഹനങ്ങൾ ആദ്യ ദിനത്തിൽ ലേലത്തിൽ വെച്ചിരുന്നു. ഇനി ഉത്സവ വാർത്തകൾ. നോർത്ത് ബേപ്പൂർ കൈതവളപ്പ് പിണ്ണാണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു. സന്ധ്യാവേല, ദീപാരാധന, നാഗപൂജ, അന്തിവെള്ളാട്ട്, ഗണപതി ഹോമം, കാവുണർത്തൽ, തമ്പിറോഡ് കരിമകൻകാവ് ക്ഷേത്രത്തിൽ നിന്നും കലശം പുറപ്പാട്, അന്നദാനം, വെള്ളാട്ടുകൾ, കയ്യടിത്തോട് നങ്ങനാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പഴുന്നള്ളത്ത് പുറപ്പാട്, വെള്ളാട്ടുകൾ, തായമ്പക, താലപ്പൊലി, തിറകൾ എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു P, സെക്രട്ടറി K സുധീഷ്, ഗജാഞ്ചി P വിദ്യാധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. പന്തീരങ്കാവിലെ പൂളേക്കരയിൽ തടായി മുകളിൽ ഷാജുവിന്റെ ഭാര്യ അപർണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നിൽ ഭർത്തൃ വീട്ടുകാരാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായി ചാലിത്തീരം റെസിഡൻസ് അസോസിയേഷൻ. സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്ക് പങ്കില്ലെന്ന് നാട്ടുകാർക്ക് ബോധ്യമുള്ളതാണെന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതീയ മസ്ദൂർ സംഘം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 23, 24 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. 24-ന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഉപാധിരഹിത പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് ധർണ നടത്തുന്നു. MP-മാർക്കും MLA-മാർക്കും നൽകി വരുന്ന വിധത്തിൽ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ 2ാം ഘട്ടമാണിത്. 24-ന് ചൊവ്വാഴ്ച രാവിലെ 10-ന് കോഴിക്കോട് കലക്ടറേറ്റിൽ നടക്കുന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CMB-യുടെ ആഭിമുഖ്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ആവശ്യമെന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന ജാഥകൾ ആരംഭിച്ചു. 12-ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ജാഥയും 14-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയും മാർച്ച് 1-ന് തൃശൂരിൽ സമാപിക്കുമെന്ന് CMB അരവിന്ദാക്ഷൻ വിഭാഗം സെക്രട്ടറി MK കണ്ണൻ പറഞ്ഞു. ഫെബ്രുവരി 21-ന് ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാഷ ഒരു ജനതയുടെ സംസ്കാരമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക മാതൃഭാഷാ ദിനം. ജില്ലയിൽ വിവിധ പരിപാടികൾ. വികസനം എന്നത് പാലവും റോഡും മാത്രമല്ല, അടിസ്ഥാന വർഗത്തിന്റെ ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടിയാണെന്ന് മേയർ AK പ്രേമചന്ദ്. വടകര നഗരസഭയിൽ UDF ഹർത്താൽ. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.